എയർ ഇന്ത്യയുടെ 657 AI-657 ലാൻഡ് ചെയ്തു. ഈ വിമാനത്തിലാണ് ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ളതിൽ ഭീഷണി വന്നത്. അത് വിജയകരമായിട്ട് ആ വിമാനം ലാൻഡ് ചെയ്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ് ആണ് നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഖിൽ ഷാ അൻസാർ നമുക്കൊപ്പം ചേരുന്നു. അഖിൽ ഷാ, ടെലിഫോണിലാണ് അഖിൽ ഷാ ഉള്ളത്. അഖിൽ ഷാ, പറയൂ, എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഫ്രം ട്രിവാൻഡ്രം എയർപോർട്ട്? SKN ഈ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യയുടെ 657 വിമാനത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു ബോംബാക്രമണ ഭീഷണി ഉണ്ടായത്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട അധികൃതരും അതുപോലെ തന്നെ എയർ ഇന്ത്യയും എടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അദാനിയുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. നേരത്തെ തന്നെ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ വിമാനത്തിന് നേരെ ഒരു ബോംബ് ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് ഒരു മെസ്സേജായി, ഒരു സന്ദേശമായി ലഭിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ സന്ദേശമാണോ ഇവർക്ക് ഉണ്ടായത് ലഭിച്ചെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഉള്ള ഒരു അന്വേഷണവും കൂടി നടന്നതിന് ശേഷമാകും ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ് എന്നത് മനസ്സിലാക്കുക. എന്തായാലും ഈ വിമാനം ഇപ്പോൾ സുരക്ഷിതമായി തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നിലവിൽ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അധികൃതരും അറിയിക്കുന്നത്. സാറാണ് തിരുവനന്തപുരത്ത് നിന്നും ടെലിഫോൺ ലൈനിൽ ചേർന്ന്. എന്തായാലും എയർ ഇന്ത്യയുടെ 657 AI-657 വിജയകരമായിട്ട് തന്നെ ട്രിവാൻഡ്രം വിമാനത്താവളത്തിൽ ഇറങ്ങി. ഈ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നായിരുന്നു ഭീഷണി വന്നത്. എമർജൻസി ലാൻഡിംഗ് ആണ് നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില പ്രേക്ഷകർ പറയുന്നു, അമൃത പറയുന്നു, സാർ, ആ കുട്ടി കയറിയ ഒരു ട്രെയിനിലും TT ഉണ്ടായിരുന്നില്ല, ടിക്കറ്റ് എടുക്കാതെയാണ് ആ കുട്ടി യാത്ര ചെയ്തത്. അപ്പോൾ TTക്കൊക്കെ തിരക്കല്ലേ, നമുക്ക് എന്താ പറയാൻ പറ്റുക? രാധാകൃഷ്ണൻ കാരാട്ടുപറമ്പിൽ പറയുന്നു, ഹിന്ദി പഠിക്കാൻ ചാനൽ പണി നിർത്തിയ പോലെ വാർപ്പ് പണിക്കും പോയാൽ മതി, തീർച്ചയായിട്ടും 2 മാസം കൊണ്ട് ഹിന്ദി പഠിച്ചോളൂന്ന്. രാധാകൃഷ്ണൻ, യു സെഡ് ഇറ്റ്, കറക്റ്റാണ്. മാത്രമല്ല, ഇപ്പോൾ ചായക്കടയിൽ കയറി കഴിഞ്ഞാലേ കംപ്ലീറ്റ് ആംഗ്യ വിഷയങ്ങളല്ലേ. എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നു. പണ്ടൊക്കെ മുതലാളിയെങ്കിലും മലയാളം കഴിയുമ്പോൾ മുതലാളിയും ഹിന്ദിയിലായിപ്പോയി. കാര്യം മുതലാളിമാർക്കും തിരക്കായതുകൊണ്ട് ഈ റിസപ്ഷനിലും നമ്മുടെ ക്യാഷ് കൗണ്ടറിലും ഒക്കെ ഇരിക്കാനും മറ്റു ഭാഷക്കാർ ഉപയോഗിക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ് നമ്മൾ മൈം പരിപാടിയൊക്കെ പഠിച്ചേ പറ്റൂ. ഇപ്പോൾ കാലം അതാണ്. ഒരുപക്ഷെ ദുബായ് പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻ്റർനാഷണൽ നഗരം പോലെ കേരളം വളരെ സമീപഭാവിയിൽ മാറാൻ സാധ്യതയുണ്ട്. ഒരു 10-14 ലാംഗ്വേജുകാർ ജീവിക്കുന്ന ഒരു അപൂർവ വിചിത്രമായ സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ അഭിമാനം കൊള്ളണം. കാര്യം ലോകം ചെറുതായി ഗ്രാമമായി വരുന്നു എന്നല്ലേ വിവരമുള്ള ആൾക്കാർ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.